അപ്പോ എന്റെ പുതിയ വീഡിയോയിലേക്ക് റൈഗൂസ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ. ഇന്ന് നമ്മള് ചെയ്യാൻ പോണത് ഒരു ഫിഷിന്റെ അൽഫാമാണ്. അപ്പൊ ഇന്നോട്ട് ഫിഷിന്റെ അൽഫാം സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഫിഷ് പല വെറൈറ്റി ഫിഷുകളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഇന്നല്ല ഇനി ഇവിടുന്ന് അങ്ങനെയുള്ള വരുന്ന ദിവസങ്ങളിൽ ചെയ്യാൻ പോണേ. അപ്പൊ ഇന്ന് ചെയ്യാൻ പോണത് റെഡ് സ്നാപ്പറാണ് കേട്ടോ, റെഡ് സ്നാപ്പർ. അപ്പോ റെഡ് സ്നാപ്പറിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പൊ റെഡ് സ്നാപ്പർ എങ്ങനെയാ അൽഫാം ചെയ്യണേ, ഏത് രീതിയിൽ ചെയ്യണെന്നുള്ളത്, ഏത് മസാല ചെയ്യണെന്നുള്ളതെല്ലാം നമുക്ക് കാണാട്ടാ. അപ്പൊ ഇന്ന് റെഡ് സ്നാപ്പറിനെ ചെയ്യണ റെഡ് സ്നാപ്പറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് റെഡ് സ്നാപ്പറിന്റെ അൽഫാമിന്റെ വിശേഷങ്ങളിലേക്ക് പോവാട്ടാ. ഓക്കെ, എല്ലാവരും പോന്നോളൂ. Just hurt me. Just think about it, but you hold me that you don't wanna break. I need some space. Just think about it, maybe separate is better. I will love you till forever. മുണ്ടികളേണ്ട തുമ്പ് കളഞ്ഞിട്ടാ, തുമ്പടിച്ച് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ചവള പൊടിച്ചാൽ മതി. അൽഫാം വീഡിയോ എത്ര നാളെ തുടങ്ങിയിട്ട്? ഞാൻ ഒരു കൊല്ലയിലോ തുടങ്ങിയിട്ട്. ഇത് മാത്രം വലുത് കെട്ടിയതാണ്, ചെറുത് കെട്ടിയിട്ടുണ്ടാവും. ഫുള്ളായിട്ട് എനിക്കത് പറഞ്ഞു കിട്ടിയാൽ മതി. മൂന്നുവരെ മതി. ഓക്കെ, ഇത് റെഡ് സ്നാപ്പർ എന്ന് പറയും. റെഡ് സ്നാപ്പറാണ് ഈ സാധനം. ഇത് പിലോപ്പി, സൂപ്പർ മീനാണ് പിലോപ്പി. അടിപൊളി മീൻ എന്ന് പറഞ്ഞാൽ അടിപൊളി മീനാണ് പിലോപ്പി. രണ്ടെണ്ണം നമ്മൾ അൽഫാം ചെയ്യാൻ പോണേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് അൽഫാമിന്റെ കാഴ്ചകളിലേക്ക് പോവാട്ടാ. ഓക്കെ, നമ്മുടെ റെഡ് സ്നാപ്പർ റെഡ് മസാല പാക്ക് ചെയ്തിട്ട്, നമ്മുടെ നാടൻ മസാല കേട്ടാ, വീട്ടിലത്തെ മസാല തന്നെ പാക്ക് ചെയ്തിട്ട് നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചേരം റസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് അൽഫാം ചെയ്യാം. ഓക്കെ,
അപ്പൊ എങ്ങനെയുണ്ട് ടേസ്റ്റ്, എങ്ങനെയുണ്ട് അതിന്റെ രുചി എന്നുള്ളത് നമുക്ക് പറയാട്ടാ. അപ്പൊ നമുക്ക് റെഡ് സ്നാപ്പറിന്റെ അൽഫാം സെഷനിലേക്ക് പോവാം. ഓക്കെ, അൽഫാം ചെയ്യാന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം വേറെ ഒന്നല്ല, തീ കത്തി പിടിക്കാനുള്ള ഒരു ടൈമും കാര്യങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. ഫാൻ വെച്ചിട്ടപ്പോഴാണ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാണ്, അങ്ങോട്ട് തീയാണ്ട് കത്തി സെറ്റായി വരുന്നില്ല. റെഡ് സ്നാപ്പർ നമ്മള് ഗ്രില്ല് ചെയ്യാൻ പോകാനുള്ള പരിപാടിയിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. റെഡ് സ്നാപ്പർ അങ്ങനെ ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഗ്രില്ല് പിടി ചൂടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മള് ഗ്രില്ലിൽ വെക്കാൻ പോകണം കേട്ടാ. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ഗ്രില്ല് സ്റ്റാർട്ട് ചെയ്യണു കേട്ടോ. അപ്പൊ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. ഓക്കെ, ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി മാറും. എന്നിട്ട് കുറച്ച് ഓയിലൊന്ന് മിക്സ് ചെയ്ത് അതിന്റെ പുറത്തൊന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പൊ എയിമാവോളൂ. സംഭവം ഗ്രില്ല് കരിയിടാനുള്ള പാത്രം ഇവിടെ ഉണ്ടായിരുന്നു. സംഭവം അത് കാണാല്ലേ, എവിടെ പോയാവോ സംഭവം. അപ്പൊ നോക്കിയപ്പോ ഒരു വെളിച്ചെണ്ണ പാട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ കരിയിട്ടിട്ട് എന്തായാലും അൽഫാം ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ വെളിച്ചെണ്ണ പാട്ടയിലേക്ക് എത്തിയത്. നമുക്ക് അടുത്ത ട്രിപ്പ് നല്ല പാത്രം വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോ റെഡ് സ്നാപ്പർ ഇന്ന് ഇങ്ങനെ പോട്ടെ, ബാക്കിയുള്ള മീനുകൾ നമുക്ക് പതുക്കെ നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ ആളെ ഗ്രില്ല് ചെയ്ത് കിട്ടിയിട്ടോ നമുക്ക്. ഇനി കഴിച്ചു നോക്കിയിട്ട് എന്റെ വിശേഷം പറയാടാ. അപ്പൊ എല്ലാവരും കൂടി കഴിച്ചിട്ട് എന്റെ വിശേഷം പറയാം നമുക്ക്. ഓക്കെ, ആളൊന്ന് റെസ്റ്റ് ആയിട്ടിരിക്കട്ടെ കുറച്ചേരം. ഓക്കെ, അങ്ങനെ നമ്മുടെ അൽഫാം ചെയ്ത നമ്മുടെ റെഡ് സ്നാപ്പർ ഇതേ മേശപ്പുറത്ത് എത്തിയിട്ടാ. അപ്പൊ എല്ലാവരും കൂടി കഴിക്കാൻ പോവാണ്. ഇതേ പിള്ളേഴ്സ് ഇവിടെ ഉണ്ട്, എല്ലാവരും കൂടി കഴിക്കാൻ പോകണമെന്ന്. അപ്പൊ ഇങ്ങനെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാട്ടാ. അപ്പൊ കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോണത് എന്റെ മോളാണ് കേട്ടാ, റേബൽ മോള്. ഓ, ഇത് കുഞ്ഞാറ്റ. അന്ന് ഇറങ്ങട്ടെ കഴിച്ചിട്ട്, അപ്പോഴും സൂപ്പറാക്കണ്ട. എങ്ങനെയുണ്ട്? ഓക്കെ, എങ്ങനെയുണ്ട് നോട്ടാ. അതിന്ന് നല്ലൊരു അടിപൊളി അലുവ പീസ് അങ്ങനെ എടുത്ത് വാവ്. ഓ, എന്തുട്ടൊന്ന് ഈ ആ സോഫ്റ്റ് ആയിട്ട് മാംസം ഉണ്ടല്ലോ. ഓ, വായിലേക്ക് വരാൻ അലിഞ്ഞു പോവാ. അതേപോലത്തെ ടേസ്റ്റ് സാധനത്തിന് കുറച്ചുകൂടെ തേച്ചോട്ടെ. അപ്പോ ഈ രൂപത്തിലായിട്ടാ നമ്മുടെ റെഡ് സ്നാപ്പറിന്റെ ഇപ്പൊ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ഇനി ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടാ. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ. ഈ മീനിന്റെ കുറച്ച് ഗുണങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് സ്ക്രീൻഷോട്ടായിട്ട് ഇട്ടുതരാം. അതൊന്ന് വായിച്ചു നോക്കാം നിങ്ങള്. അപ്പോ അതിന്റെ ഗുണം എന്തൊട്ടാണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഇതാണ് റെഡ് സ്നാപ്പറിന്റെ ഏറ്റവും വലിയ ഗുണം എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ.